ഇന്നലെ മുതൽ അർജുനെ ലഭിക്കുമെന്ന പ്രതീക്ഷയായിരുന്നു എല്ലാവർക്കും ഉണ്ടായിരുന്നത്. അർജുൻ അവിടെയുണ്ട് ഇവിടെയുണ്ട്, അർജുൻ്റെ ലോറിയുടെ ജാക്കി കിട്ടി, HR ഷാക്കിൽ സ്ക്രൂ പിൻ കിട്ടി എന്നുള്ള വാർത്തകളൊക്കെ തന്നെ ഇന്നലെ മുതൽ പുറത്തു വന്നുകൊണ്ടിരുന്നു. അപ്പോൾ മുതൽ വലിയ പ്രതീക്ഷയോടെയാണ് അർജുൻ്റെ വീട്ടുകാരും അർജുനെ സ്നേഹിക്കുന്നവരും കാത്തിരുന്നത്. അർജുനെ കാണാതായിട്ട് ഒരു മാസമായി. അർജുൻ കുടുംബത്തിൻ്റെ തീരാ നഷ്ടവും നോവുമായി മാറുകയാണ്. അർജുൻ്റെ അച്ഛൻ പറയുന്നതൊന്ന് കേൾക്കണം. രാത്രി ഒറ്റയ്ക്ക് അർജുനോടെന്ന പോലെ അച്ഛൻ സംസാരിക്കും. മോനെ, നീ എവിടെ പോയടാ? നീ എന്നാടാ വരിക? ഈ അച്ഛന് താങ്ങാൻ കഴിയുന്നില്ല. നിന്നെ കാണാതെ നിന്റെ അമ്മയും നിന്റെ ഭാര്യയും ഭക്ഷണം പോലും മര്യാദക്ക് കഴിക്കുന്നില്ലടാ. ഈ അച്ഛനെ ഇങ്ങനെ സങ്കടപ്പെടുത്താതെ ഒന്ന് വാടാ പൊന്നു മോനെ എന്ന് പറഞ്ഞ് പൊട്ടിക്കരയും. ഇതാണ് വീട്ടിൽ നിന്ന് ദിവസം കേൾക്കുന്നതെന്ന് അർജുൻ്റെ സഹോദരി അഞ്ജു പറയുന്നു. വീട്ടിലെ ഓരോരുത്തരുടെയും അവസ്ഥ അതുതന്നെയാണ്. അർജുൻ എന്തു പറ്റിയെന്ന് ഞങ്ങൾക്കറിയണം. ഞങ്ങൾക്കത് മാത്രം അറിഞ്ഞാൽ മതി. പലരും പല അഭ്യൂഹങ്ങളും പറയുന്നുണ്ട്. അർജുൻ മറ്റൊരു കരയിലേക്ക് രക്ഷപ്പെട്ടു പോയതാകാം, അർജുനെ മറ്റാരോ തട്ടിക്കൊണ്ടു പോയതാവാം, ഇങ്ങനെയൊക്കെയാണ് പറയുന്നത്. ഇതിലും മോശമായ കെട്ടുകഥകളും പ്രചരിക്കുന്നുണ്ട്. അതെല്ലാം കേട്ടും കണ്ടും നെഞ്ചു പിടഞ്ഞാണ് ഞങ്ങൾ ജീവിക്കുന്നത്. ഞങ്ങൾക്കിന്ന് ഒരൊറ്റ ആഗ്രഹം മാത്രമേ ഉള്ളൂ. അർജുൻ എന്ത് പറ്റി എന്നറിഞ്ഞാൽ മാത്രം മതി. അവൻ അവിടെ ഉണ്ടാവും, അവൻ ജീവിച്ചിരിപ്പുണ്ടാവും, അങ്ങനെയുള്ള പല കാര്യങ്ങളും ഞങ്ങളോട് പറയാറുണ്ട്. ചിലപ്പോൾ ഞങ്ങളെ ആശ്വസിപ്പിക്കാനായിരിക്കും, അതല്ലെങ്കിൽ അവരുടെ ആഗ്രഹമായിരിക്കും പറയുന്നത്. അതിൽ നിന്നെല്ലാം ഒരു മോചനം വേണം. അതിനായി അർജുനെ കണ്ടെത്തിയേ പറ്റൂ. അർജുൻ്റെ സഹോദരിയുടെ വാക്കുകളാണിത്. സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേരാണ് ഇതിനെക്കുറിച്ച് പറഞ്ഞതെന്ന് പറയാം. അത്രമാത്രം മലയാളികൾ എല്ലാവരും ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട്. കോഴിക്കോട് വീട്ടിലിപ്പോൾ ഭാര്യയും മകനും കുടുംബാംഗങ്ങളുമെല്ലാം കൈകോർത്തിരുന്ന് പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളുടെ കുഞ്ഞിനെ ഒന്ന് ലഭിച്ചാൽ മതി. അത്രമാത്രമാണ് ഇപ്പോൾ ഞങ്ങളുടെ ആഗ്രഹം. അതിനുവേണ്ടി മാത്രമാണ് കാത്തു നിൽക്കുന്നത്. മത്സ്യത്തൊഴിലാളി ഈശ്വർ മൽപ്പയുടെ നേതൃത്വത്തിലുള്ള സംഘവും നേവി അംഗങ്ങളടങ്ങിയ സംഘവുമാണ് ഇന്ന് രാവിലെ 10 മണിക്ക് പുഴയിൽ ഇറങ്ങിയത്. വ്യാപക തിരച്ചിലാണ് നടക്കുന്നത്. ഷിരൂരിൽ കാണാതായ കർണാടകക്കാർക്ക് വേണ്ടിയും തിരച്ചിൽ നടക്കുന്നുണ്ട്. ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുനെ കൂടാതെ 3 പേരെ കൂടി കിട്ടാനുണ്ട്. അവർക്ക് വേണ്ടിയും തിരച്ചിൽ നടത്തുമെന്ന് കർണാടക സർക്കാർ അറിയിച്ചു. നദിയുടെ തീരത്ത് നിന്നും മാധ്യമങ്ങളെ മാറ്റിയിരുന്നു. അതിനുശേഷമാണ് പരിശോധന തുടങ്ങിയത്. പുഴയുടെ കരയോട് ചേർന്നുള്ള പ്രദേശങ്ങളിൽ ഇന്ധനത്തിന്റെ സാന്നിധ്യം കണ്ടെത്തിയിരുന്നു. ഈ പ്രദേശത്താണ് ആദ്യം തിരച്ചിൽ കേന്ദ്രീകരിക്കുകയെന്ന് ഈശ്വർ മൽപ്പെ മാധ്യമങ്ങളോട് പറഞ്ഞു. ചൊവ്വാഴ്ച ലോറിയുടെ ജാക്കി ലിവർ കിട്ടിയിരുന്നു. അത് അർജുൻ ഓടിച്ചിരുന്ന വണ്ടിയുടേതാണെന്ന് ലോറി ഉടമ മനാഫ് കൺഫേം ചെയ്തു. മറ്റു ലോറിയുടേതെന്ന് തോന്നുന്ന വസ്തുക്കളും ലഭിച്ചിരുന്നു. ഇന്നത്തെ തിരച്ചിലിനിടയിലും ലോറിയുടേതായി തോന്നിക്കുന്ന ലോഹത്തകിടും HR ഷാക്കിൽ സ്ക്രൂ പിന്നും കിട്ടിയിരുന്നു. ഇവ രണ്ടും അർജുൻ ഓടിച്ചിരുന്ന ലോറിയുടേതല്ല എന്ന് മനാഫ് പറഞ്ഞു. ഇന്ന് രാവിലെ തന്നെ മൽപ്പെ സ്ഥലത്തെത്തി മാധ്യമങ്ങളോട് വിവരങ്ങൾ പങ്കുവച്ചു. ഇതിനിടയിലാണ് കർണാടക പോലീസ് മാധ്യമങ്ങളെ സംഭവസ്ഥലത്ത് നിന്നും മാറ്റുന്നത്. നേരത്തെ ലോറിയുടെ സിഗ്നൽ ലഭിച്ച ഭാഗത്ത് നിന്ന് തന്നെയാണ് ജാക്കി ലിവർ കിട്ടിയതും. ഇത് അർജുൻ ഓടിച്ച ലോറിയുടേതാണെന്ന് ഉടമ മനാഫ് സ്ഥിരീകരിച്ചു. ഒഴുകിപ്പോയ മറ്റൊരു ടാങ്കർ ലോറിയുടെ വാതിലും കണ്ടെത്തി. ഒഴുക്ക് കുറഞ്ഞതിനാൽ പുഴയിൽ നല്ല രീതിയിലുള്ള തിരച്ചിൽ സാധ്യമാവുമെന്നാണ് വിലയിരുത്തൽ. എന്നാൽ ഇന്ന് അർജുനെ ലഭിക്കുമെന്നും അർജുനോടടുത്തെത്തിയെന്നുമൊക്കെയുള്ള വാർത്തകൾ പറയുന്നുണ്ടായിരുന്നുവെങ്കിലും ഇതുവരെ യാതൊരു കാര്യങ്ങളും ലഭിച്ചിട്ടില്ല. അർജുൻ്റെ ലോറിയിൽ കെട്ടിയ കയറാണെന്ന് തോന്നിക്കുന്ന ഒരു കയറും ലഭിച്ചിട്ടുണ്ട്. എന്നാൽ ഇതൊന്നും അവിടെ ജീവസാന്നിധ്യമുണ്ടെന്നോ അർജുൻ അവിടെ ഉണ്ടെന്നോ അദ്ദേഹത്തിൻ്റെ എന്തെങ്കിലും സൂചനകൾ ലഭിക്കുന്നെന്നോ ഒരു പ്രതീക്ഷയുമല്ല നൽകുന്നത്. അത്തരത്തിലൊരു പ്രതീക്ഷയും കണ്ടെത്താനാവാതെ ഇന്നും തിരച്ചിൽ അവസാനിപ്പിച്ചു. നാളെ ഓഗസ്റ്റ് 15 ആയതിനാൽ തിരച്ചിലുണ്ടായിരിക്കുന്നതല്ല. തിങ്കളാഴ്ചയാണ് ഗഡ്ജർ എത്തുക. കർണാടക ഗവൺമെൻറ് ഗഡ്ജറിന് വേണ്ടിയുള്ള അഡ്വാൻസ് കൊടുത്തു കഴിഞ്ഞു. ഗോവയിൽ നിന്നാണ് ഗഡ്ജർ എത്തിക്കേണ്ടത്. നാളെ ഓഗസ്റ്റ് 15 ആയതിനാൽ തിരച്ചിലുണ്ടായിരിക്കുന്നതല്ല. മറ്റന്നാൾ മുതൽ ആരംഭിക്കും.